പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. മൊബൈൽ ഗെയിമുകളിലും മൊബൈൽ ഫോണുകളിലും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAD ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി. തീരപ്രദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി പുനർഗേഹം. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. മൊബൈൽ ഗെയിമുകളിലും ഫോണുകളിലും അടിമകളായ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് DDAD ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി. തീരപ്രദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഗേഹം. എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി നേർക്കാഴ്ച. നേത്ര ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധന വിധേയമാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. സംസ്ഥാനത്തെ അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം. അങ്കണവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി അങ്കണം. തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. സാന്ത്വന പ്രവാസികൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതി. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ് സ്ട്രീറ്റ് ടൂറിസം പദ്ധതി. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതി സ്ട്രീറ്റ് ടൂറിസം പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് സൗജന്യമായി കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതി മന്ദഹാസം. എന്നാൽ 6 മുതൽ 16 വയസ്സുകാർക്ക് ദന്താരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതി പുഞ്ചിരി. 6 മുതൽ 16 വയസ്സുകാർക്ക് ദന്താരോഗ്യ പരിചരണം നൽകുന്ന പദ്ധതി പുഞ്ചിരി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുന്നത് മന്ദഹാസ. മന്ദഹാസത്തിൽ തന്നെ ദാരിദ്ര്യത്തിൻ്റെ ഉണ്ട്. മറ്റേത് പുഞ്ചിരി, പരിചരണം പുഞ്ചിരി. അതിഥി തൊഴിലാളികളിലും ആദിവാസികളിലും വദനാർബുദം തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് വെളിച്ചം. അതിഥി തൊഴിലാളികളിലും ആദിവാസികളിലും വദനാർബുദം തടയാൻ നടപ്പാക്കുന്ന പദ്ധതി വെളിച്ചം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. മിഠായി ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതി ഗോത്രസാരഥി. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹധാര. സ്നേഹധാര 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹധാര. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്ന പദ്ധതി വയോരക്ഷ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സഹായം നൽകുന്ന പദ്ധതി. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി വയോമധുരം.
കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമിത്ര. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ് ബാലമിത്ര. ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി പുണ്യം പൂങ്കാവനം. ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം. പ്രാഥമിക ഗണിതശേഷി എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കാൻ KDISCന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നൂതന പദ്ധതിയാണ് മഞ്ചാടി. കുട്ടികളിൽ പ്രാഥമിക ഗണിതശേഷി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള KDISCന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി മഞ്ചാടി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അനാഥരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി. സങ്കീർണമായ ഹൃദയരോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം. ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം നൽകുന്ന വനിതാ ശിശു വകുപ്പിന്റെ പദ്ധതിയാണ് അഭയകിരണം. അടുത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ അഭയം ഉറപ്പാക്കുന്ന പദ്ധതി എൻ്റെ കൂട്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. സങ്കീർണമായ ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. അത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, ഹൃദ്യം, ഹൃദ്രോഗം എന്നുള്ളത്. ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്നതിന് അവരുടെ ബന്ധുക്കൾക്ക് പരിപാലിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന വനിതാ ശിശു വകുപ്പിന്റെ പദ്ധതിയാണ് അഭയകിരണം. അഭയം ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിത അഭയം ഉറപ്പാക്കുന്ന പദ്ധതി എൻ്റെ കൂട്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിൻ്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിൻ്റെ വിപണനവും അതേപോലെ ഉപയോഗവും തടയാൻ വേണ്ടിയിട്ട് പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കാൻ പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കൂട്ട്. അപ്പം ഓൺലൈന് കുറ്റകൃത്യങ്ങളും ചൂഷണങ്ങളെയൊക്കെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പദ്ധതിയാണ് പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കൂട്ട്. അപ്പം യോദ്ധാവും പോലീസിൻ്റെയാണ്, ഈ കൂട്ടും പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്കായിട്ട് ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം. കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്ക് ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതി ശ്രുതിപാഠം. അധ്യാപകർ കുട്ടികളുടെ മെന്റർമാരായി പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹിതം. അധ്യാപകർ കുട്ടികളുടെ മെന്റർമാരായി പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതി സഹിതം. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതിയാണ് മെറി ഹോം. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ആരംഭിച്ച ഭവന വായ്പാ പദ്ധതി മെറി ഹോം. താങ്ക് യു.